19-ാം നൂറ്റാണ്ടിൽ മധ്യ തിരുവിതാംകൂർ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു മോഷ്ടാവായിരുന്നു കായംകുളം കൊച്ചുണ്ണി. മോഷ്ടാവായിരുന്നെങ്കിലും പണർക്കാർക്കെതിരെ പാവങ്ങളുടെ പക്ഷം നിന്ന സ്ഥിതി സമത്വവാദിയും സാമൂഹിക പരിഷ്കർത്താവുമൊക്കെയായി കൊച്ചുണ്ണിയെ ചിത്രീകരിക്കുക സാധാരണമാണ്. ധനവാന്മാരിൽ നിന്ന് വസ്തുക്കൾ അപഹരിച്ചെടുത്ത് പാവങ്ങൾക്ക് നൽകുകയായിരുന്നു അയാൾ ചെയ്തിരുന്നതെന്ന് പറയപ്പെടുന്നു. കായംകുളത്ത് ഇപ്പോഴുള്ള പണ്ടകശാല കുടുംബം കൊച്ചുണ്ണിയുടെ 5-ാം തലമുറയിലെ പിന്തുടർച്ച അവകാശപ്പെടുന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല പോലുള്ള രചനകളും തലമുറകളിലൂടെ വാമൊഴിയായി പകർന്നെത്തിയ കഥകളും കേരളീയരുടെ ഓർമ്മയിൽ കൊച്ചുണ്ണി മായാതെ നിലനിൽക്കാൻ കാരണമായി. മോഷണത്തിൽ കൊച്ചുണ്ണിക്കുണ്ടായിരുന്ന സാമർത്ഥ്യത്തെക്കുറിച്ച് അനേകം കഥകൾ പ്രചാരത്തിലുണ്ട്. കായംകുളത്ത് പുതുപ്പള്ളി പഞ്ചായത്തിലെ വാരണപ്പള്ളി തറവാട്ടിൽ കൊച്ചുണ്ണി നടത്തിയതായി പറയപ്പെടുന്ന മോഷണത്തിൻ്റെ കഥ വളരെ പ്രസിദ്ധമാണ്. കുടുംബ സുഹൃത്തായിരുന്ന കൊച്ചുണ്ണിയെ തൻ്റെ വീട്ടിൽ നിന്ന് മോഷണം നടത്താൻ തറവാട്ടുകാരനവർ വെല്ലുവിളിച്ചതാണ് ഈ മോഷണത്തിന് കാരണമായതായി പറയപ്പെടുന്നത്. തറവാട്ടു തിണ്ണയിൽ കാരണവരോടൊപ്പം മുറുക്കും സംഭാഷണവുമായിരുന്ന കൊച്ചുണ്ണി പൂമുഖവാതിലിനകത്തെ സാക്ഷയുടെ സ്ഥാനം മനസ്സിലാക്കി പുറത്തുനിന്ന് ചുണ്ണാമ്പ് കൊണ്ട് അടയാളപ്പെടുത്തിയെന്നും അന്നു രാത്രി അവിടം തുറന്ന് മോഷണം നടത്തിയ ശേഷം പിറ്റേന്ന് മുതൽ തിരികെ നൽകിയുമെന്നുമാണ് കഥ. കൊച്ചുണ്ണിയുടെ കൗശലത്തിൻ്റെ സാക്ഷിയായി ആ വാതിൽ ഇപ്പോഴും തറവാട്ടിൽ സൂക്ഷിച്ചു പോരുന്നു. കൊച്ചുണ്ണിയുടെ പ്രവർത്തനങ്ങൾ അതിരുവിട്ടപ്പോൾ ഏതുവിധത്തിലും അയാളെ പിടിക്കാൻ ദിവാൻ ഉത്തരവിറക്കി. ഉത്തരവ് നടപ്പാക്കാതിരുന്നാൽ ജോലി നഷ്ടപ്പെടുമെന്ന ഭീഷണി ലഭിച്ച കാർത്തികപ്പള്ളി തഹസിൽദാർ കൊച്ചുണ്ണിയുമായി ബന്ധമുണ്ടായിരുന്ന അടുത്ത സുഹൃത്തിൻ്റെ സഹായത്തോടെ ചതിയിൽ അറസ്റ്റ് ചെയ്തെങ്കിലും തടവു ചാടിയ അയാൾ അറസ്റ്റ് ചെയ്ത പോലീസുകാരനെയും അറസ്റ്റിന് സഹായിച്ച സുഹൃത്തിനെയും കൊന്നു. കൊച്ചുണ്ണിയെ പിടികൂടാനുള്ള ചുമതല പിന്നീട് കിട്ടിയത് മറ്റൊരു തഹസിൽദാരായ കുഞ്ഞുപണിക്കർക്കാണ്. ഇക്കാര്യത്തിൽ തഹസിൽദാർ കൊച്ചുണ്ണിയുടെ സുഹൃത്തുക്കളായിരുന്ന മമ്മദ്, വാവക്കുഞ്ഞ്, നൂർമദ്, കുഞ്ഞുമരക്കാർ, കൊച്ചുപിള്ള എന്നിവരുടെ സഹായം തേടി. കൊച്ചുപിള്ളയുടെ വാഴപ്പിള്ളിയിലെ ഭാര്യ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സൽക്കാരത്തിനിടെ മരുന്ന് കലർത്തിയ ഭക്ഷണം നൽകി മയക്കിയ ശേഷമാണ് ഇത്തവണ കൊച്ചുണ്ണിയെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായ കൊച്ചുണ്ണിയെ കനത്ത കാവലിൽ ജലമാർഗം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. അവിടുത്തെ 91 ദിവസത്തെ ജയിൽവാസത്തിനൊടുവിൽ 1859 കന്നിമാസത്തിലായിരുന്നു കൊച്ചുണ്ണിയുടെ മരണം. അപ്പോൾ കൊച്ചുണ്ണിക്ക് 41 വയസ്സായിരുന്നു. തിരുവനന്തപുരം പേട്ട ജുമാ മസ്ജിദിലാണ് കൊച്ചുണ്ണിയെ കബറടക്കിയതെന്ന് പറയപ്പെടുന്നു. കൊച്ചുണ്ണിയുടെ കഥ ഒരുപാട് സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. റോബിൻ ഹുഡിൻ്റെ പരിവേഷമുള്ള കൊച്ചുണ്ണിയെ സംബന്ധിച്ച നിരവധി കഥകൾ കേരളീയരുടെ സ്മൃതി സഞ്ചയത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. മുത്തശ്ശി കഥകൾ എന്ന പോലെ നാടകത്തിനും സിനിമയ്ക്കും ടെലിവിഷൻ സീരിയലുകൾക്കുമൊക്കെ കൊച്ചുണ്ണി വിഷയമായി. 1966 നിർമ്മിച്ച കായംകുളം കൊച്ചുണ്ണി എന്ന ചലച്ചിത്രത്തിൽ നായക വേഷമിട്ടത് പ്രമുഖ നടൻ സത്യൻ ആയിരുന്നു. പ്രസിദ്ധ ഗായകൻ യേശുദാസ് ഇതിൽ കൊച്ചുണ്ണിയുടെ സഹോദരി ഭർത്താവ് സുറുമ വിൽപ്പനക്കാരനായി അഭിനയിച്ചു. കൊച്ചുണ്ണി പ്രതിഷ്ഠ. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്കടുത്തുള്ള എടവപ്പാറ മലദേവർ നട ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളിലൊന്ന് മുസ്ലിം മതവിശ്വാസിയായിരുന്ന കൊച്ചുണ്ണിയാണ്. മെഴുക്, ചന്ദനത്തിരികൾ, കഞ്ചാവ്, നാടൻ മദ്യം, വെറ്റില, അടയ്ക്ക, പുകയില എന്നിവയൊക്കെയാണ് ഇവിടുത്തെ കാണിക്ക. കൊച്ചുണ്ണിയുടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന ആത്മാവ് കുറുവ സമുദായത്തിൽപ്പെട്ട ഒരു ഊരാളിയോട് അപേക്ഷിച്ചതിനെ തുടർന്നാണ് ഈ പ്രതിഷ്ഠ സ്ഥാപിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. മേടമാസത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം.